ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മുക്കുടി സേവിക്കാൻ ആയിരങ്ങളെത്തി. തൃപ്പൂത്തിരി നിവേദ്യം കഴിച്ച് ഭഗവാന് ഉദരസംബന്ധമായ അസുഖം ബാധിച്ചുവെന്നും വില്ലുമംഗലം സ്വാമിയാർ നൽകിയ മുക്കുടി ഔഷധം സേവിച്ചതിലൂടെ ഭഗവാന്റെ അസുഖം ഭേദമായെന്നുമാണ് ഐതിഹ്യം. കുട്ടഞ്ചേരി മൂസ് തൈരും പ്രത്യേക ഔഷധക്കൂട്ടുകളും ചേർത്താണ് മുക്കുടി ഉണ്ടാക്കുന്നത്. മുക്കുടി നിവേദ്യം നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന അനുഷ്ഠാന ചടങ്ങാണ്. മുക്കുടിക്കുള്ള പ്രത്യേക ഔഷധക്കൂട്ടുകൾ സമർപ്പിക്കാനുള്ള പരമ്പരാഗത അവകാശം കുട്ടഞ്ചേരി മൂസ് കുടുംബത്തിനാണ്. കുളമൺ മൂസാണ് മുക്കുടി നിവേദ്യം ഉണ്ടാക്കുക. അതീവ രഹസ്യങ്ങളായ ഔഷധക്കൂട്ടുകൾ പകുതി അരച്ച് തലേദിവസം ക്ഷേത്രനടയിൽ സമർപ്പിക്കും. പുലർച്ചെ അരച്ചെടുക്കുന്ന മരുന്ന് തിടപ്പള്ളിയിലെത്തിച്ച് മോരിൽ കലർത്തി ഭഗവാന് നിവേദിച്ച ശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്തത്. ദിവ്യ ഔഷധമായ മുക്കുടി സേവിച്ചാൽ അടുത്ത 1 വർഷത്തേക്ക് ഉദര സംബന്ധമായ രോഗം ഉണ്ടാകില്ലെന്നാണ് ഭക്തജന വിശ്വാസം. 1500 ലിറ്ററിലധികം ഭക്തജനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും സമർപ്പണമായിട്ട് ഭഗവാന് സമർപ്പിക്കുകയും നിരവധി പച്ചമരുന്നുകൾ ചേർത്ത് രാവിലെ തന്നെ അതിൻ്റെ പാചകം കാര്യങ്ങളും നടത്തിയതിന് ശേഷം ജീവിച്ച് അത് ഭക്തജനങ്ങൾക്ക് രാവിലെ 7 മണി മുതൽ വളരെ നല്ല രീതിയിൽ വിതരണം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളായി വെച്ചിട്ടുള്ള കലവറ നിറയ്ക്കലും അതുപോലെ തന്നെ പൂത്തരി സദ്യയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുക്കുടി നിവേദ്യം വിതരണം നടത്തുന്നത് ഭഗവാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെയധികം വളരെയധികം ജനങ്ങളുടെ ഒരു വിശ്വാസം വർദ്ധിച്ചിട്ടുള്ള ഒരു സമർപ്പണമാണ് ഈ മുക്കുടി നിവേദ്യം നൽകുന്നത്. അതിൽ എല്ലാ ഭക്തജനങ്ങളും അതിൽ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. സദ്യ കഴിച്ചിട്ട് ഭഗവാന് വയറിന് ഒരു ദീനം വന്നതിൻ്റെ ഭാഗമായിട്ട് ആ ദീനം മാറ്റാനായിട്ടാണ് ഈ മൂസിനോട് നിർബന്ധമായി പറഞ്ഞ് മൂസ് ഈ ഇടി നിവേദ്യം ഭഗവാന് വേണ്ടി സമർപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃപ്പൂത്തിരി സദ്യ ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന തൃപ്പൂത്തിരി സദ്യയുടെ പിറ്റേ ദിവസം നമ്മൾ മുക്കുടി നിവേദ്യം എന്താണ് കൂട്ടുക എന്നുള്ളത് ആ ജില്ലക്കാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്.